പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, GV ബുക്സും മഹിജാസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സും ചേർന്ന് നടത്തിയ കഥാസമാഹാരത്തിൻ്റെ ഉള്ള പുരസ്കാരത്തിന് മൃദുൽ VM എഴുതിയ കുളെ എന്ന പുസ്തകം അർഹമായിരിക്കുന്നു. 11,101 രൂപയാണ് പ്രശസ്തി പത്രവുമാണ് ഇന്നിവിടെ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ GV ബുക്സും ഫീബിസും ചേർന്ന് നടത്തിയ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ തോമസ് സക്കറിക്കാൻ ലഭിച്ചിരിക്കുന്നു. അതേ തുകയും പ്രശസ്തി പത്രവുമാണ് ഉള്ളത്. GV ബുക്സ് നൽകുന്ന GV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ലൈബ്രറി പുരസ്കാരം കതിരൂർ വിന്നേഴ്സ് ലൈബ്രറിക്കാണ്. 5,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. KSSBയുടെ കതിരൂർ മണ്ഡലം കമ്മിറ്റി GV ബുക്സിൽ നിന്ന് നടത്തിയ യാത്രാ വിവരണത്തിന് T. രാജലക്ഷ്മി ടീച്ചർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതുപോലെ ശ്രീ TK അനിൽകുമാറിനെയും ഇവിടെ അനുമോദിക്കുന്നു. അപ്പോൾ ഇത്രയും ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കേണ്ടത്. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുസ്തക പ്രകാശനം നടത്തുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. പിന്നീട് വ്യക്തി സാഹിത്യം രാഷ്ട്രീയം എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രതാപൻ തായാട്ടുമായി ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വയനാട്ടിലേക്ക് പോകേണ്ട തിരക്കുള്ളത് കൊണ്ട് ചർച്ച എന്നുള്ളത് ആ വിഷയം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്നതാണ്. പിന്നീട് പ്രതാപൻ തായാട്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ. ഏതായാലും കരൂർ ഗുരുക്കൾ തറവാട്ടിൽ അറിവിൻ്റെ സൂര്യകിരണം എന്ന GV ബുക്സിൻ്റെ ഈ ഒരു സംരംഭത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വായനക്കാരുടെ കൈകളിൽ എത്തിക്കാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കറിയാം, വ്യക്തി സാഹിത്യം രാഷ്ട്രീയം എന്നത് ഒരു വലിയ വിഷയമാണ്. ചരിത്രമെന്നത് അനുഭവങ്ങളുടെ രാഷ്ട്രീയമാണ്. അനുഭവങ്ങൾ എങ്ങനെ ജനതയെ പരുവപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്കൃതികളുടെ ദിശാബോധത്തെ നിർണയിച്ചത് കൃത്യമായ ചരിത്ര അവബോധത്തോടു കൂടി തന്നെയാണ്. അപ്പം ചരിത്രമെന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് ചരിത്രം വായിക്കണമെന്ന് എല്ലാവരും പറയുന്നത്. ചരിത്രം വായിക്കുക മാത്രമല്ല, രാജീവ് ഗാന്ധി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ചരിത്രം സൃഷ്ടിക്കണം. ചരിത്രത്തെ വായിക്കുന്നതോടൊപ്പം ചരിത്രം സൃഷ്ടിക്കാനും നമുക്ക് കഴിയണം. ഓരോ വ്യക്തിക്കും അവരുടേതായ സംഭാവന സമൂഹത്തിന് നൽകാൻ കഴിയും. ആ വ്യക്തി ഇപ്പം ഓരോ പ്രദേശത്തും ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ആ പ്രദേശവുമായി, ആ പ്രദേശത്തെ ജനജീവിതവുമായി, ആ പ്രദേശത്തെ ജനജീവിതത്തിൻ്റെ പ്രത്യേകതകളുമായി അടുത്ത ബന്ധമുള്ളവരായിരിക്കും. അപ്പോൾ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആ പ്രദേശത്തിൻ്റെ ചരിത്രം രൂപപ്പെടുന്നത്. അങ്ങനെ രൂപപ്പെടുന്ന ചരിത്രങ്ങളാണ് ലോകത്തെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സംസ്കാരത്തിൻ്റെ, സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ചരിത്ര വസ്തുതകളും ചരിത്ര സംഭവങ്ങളുമാണ് മനുഷ്യനെ എന്നും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രാവബോധം വ്യക്തിഗത രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ചരിത്രം നമ്മളിലെത്തുന്നത് എങ്ങനെയാണ്? വായനയിലൂടെയാണ്. നമ്മൾ വായിക്കുമ്പോഴാണ് ഓരോ ലോകത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രദേശങ്ങളിലെയും ചരിത്രവും അതിൻ്റെ ജനജീവിതത്തിൻ്റെ വഴികളും നമുക്ക് മനസ്സിലാകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ലോകത്ത് എമ്പാടും പോയി കാര്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ
ഇന്ന് ആളുകൾ കൂടുതൽ സഞ്ചാരപ്രിയരാണ്. പണ്ടൊക്കെ എസ് കെ പൊറ്റക്കാടിൻ്റെ പോലെയൊക്കെയുള്ള ആളുകളുടെ സഞ്ചാര സാഹിത്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആഫ്രിക്കയെ പറ്റി, ഏഷ്യയെ പറ്റി, യൂറോപ്പിനെ പറ്റിയൊക്കെ. പക്ഷെ ഇന്ന് ആളുകൾ എല്ലായിടത്തും സഞ്ചരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന ശേഷം ആളുകൾ എപ്പം മരിക്കുമെന്ന് അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് എല്ലായിടത്തും ആളുകൾ ഒരു സഞ്ചരിക്കുന്ന ഒരു പ്രത്യേകത ഇന്ന് വളർന്നു വരുന്നു. നമ്മൾ പലപ്പോഴും ട്രെയിനിലൊക്കെ കാണുമ്പോൾ 10-40 ആളുകൾ യാത്ര ചെയ്യും. ഞാൻ ചോദിക്കാൻ ഇവിടെ പോവാണ് സാറേ, ഞങ്ങൾ ടൂർ പോവാണ്. ടൂർ ഓപ്പറേറ്റർമാരുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നത്? കോവിഡൊക്കെ അല്ലേ സാറേ, നാളെ ഇനി എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങിക്കളയാം, റിട്ടയർ ചെയ്ത്. ഇപ്പോൾ 56 വയസ്സ് റിട്ടയർ ചെയ്യും. മിക്കവാറും ആളുകൾക്ക് നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് ടൂർ നല്ല കാര്യമാണ്, ഞാനതിനെ അഭിനന്ദിക്കുകയാണ്. ലോകം മുഴുവൻ ഇതുപോലെ ആളുകൾ സഞ്ചരിക്കാനും, മലയാളിക്ക് എല്ലാവരും ഒരു പ്രത്യേകതയുണ്ട്, എല്ലായിടത്തും സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ സഞ്ചാരം നടത്തുന്നത് നല്ലതാണ്. ഡൊമസ്റ്റിക് ടൂറിസം വളരും. അപ്പം നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ ആളുകൾ പോയി കാണുന്നില്ല. കതിരൂർ താമസിക്കുന്ന ഒരാളൊരു പക്ഷേ കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയി കാണില്ല. പോകണം. അപ്പോൾ എഴുത്തുകൊണ്ട് മാത്രമല്ല, വായന കൊണ്ട് മാത്രമല്ല, നമ്മുടെ അനുഭവ പരിജ്ഞാനങ്ങളിലൂടെയാണ് ഒരു ചരിത്രം രൂപപ്പെടുന്നത്, അത് മനസ്സിലാകുന്നത്, ചരിത്ര അവബോധമുണ്ടാകുന്നത്. സമൂഹത്തിലൊരു വ്യക്തി വളരെ പ്രധാനപ്പെട്ടയാളാണ്. ആ വ്യക്തികളാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്, ചരിത്രത്തിൻ്റെ വഴികളെ തിരിച്ചുവിടുന്നത്. അതൊക്കെ വ്യക്തികളാണ്. നമ്മളെപ്പോലുള്ള വ്യക്തികൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ അതേ മാനസികാവസ്ഥയുള്ള, ശരീരപ്രകൃതിയുള്ള, ബുദ്ധിയുള്ള ആളുകൾ തന്നെയാണ് ലോകത്ത് എന്നും ചരിത്രത്തെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളും, എനിക്ക് പനിയായിരുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അതേ രൂപസാദൃശ്യവും ശരീരഘടനയുമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ലോകത്തുള്ള മഹാന്മാരായ ആളുകളുടെ സംഭാവനകളെ നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും അത്തരം സംഭാവനകൾ ചെയ്യാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മളതങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എനിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണം, പ്രധാനമന്ത്രി ആകണമെന്ന് എന്തുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നില്ല? ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനാകണം എന്ന് എന്തുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അമേരിക്കയിൽ നടക്കുന്ന പരീക്ഷണങ്ങളിൽ ലോകത്തിന് അത്ഭുതപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾ നടക്കുകയാണ്? ഇന്നിപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം ആൻറ്റി ഏജിംഗ് എന്നാണ്. കാരണം ലോകത്ത് ഇന്ന് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയുടെ മൊത്തം ജനസംഖ്യ കേരളത്തിൽ ജനസംഖ്യയ്ക്ക് താഴെയാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഓസ്ട്രേലിയയുടെ ജനസംഖ്യ 3-ൽ താഴെയാണ്. ജർമ്മനിയിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലും ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ ഇന്ത്യയുടെ 2 ഇരട്ടി ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ കൂടുതൽ ആളുകൾ മലയാളികൾ പോയിട്ടാണ് അവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ച് ജീവിക്കുന്നത്. അപ്പോൾ കെ പ്രഭാകരൻ്റെ മകൻ അവിടെ പോയി സ്ഥലമൊക്കെ വാങ്ങിച്ച് അവരവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് തന്നെ ജനസംഖ്യ തന്നെ കുറയുന്നു. അപ്പോൾ പുതിയ കണ്ടുപിടുത്തം എന്താണ്? ഒരു മനുഷ്യൻ ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യം ഒരു 60-65ഒക്കെയാണ്. ഒരു 100 വയസ്സ് വരെ, 150 വയസ്സ് വരെ ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കാം എന്നതിനെ പറ്റിയാണ് പരീക്ഷണം നടത്തുന്നത്. നമ്മുടെയൊക്കെ കാലത്ത് അത് വരുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ലോകത്തിന് ഉണ്ടാകാൻ പോകുന്നത് 150 വർഷക്കാലം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള പരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിജയകരമാകും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതിൻ്റെ സൂചനകളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സൂചനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്ന ശാസ്ത്രം വളരെയധികം പുരോഗമിക്കുകയാണ്. പണ്ടൊക്കെ നമുക്കൊരു ഫോൺ വേണമായിരുന്നെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. മറ്റു പലരുടെയും വീട്ടിൽ പോയി കാത്തിരിക്കണമായിരുന്നു ഫോണിന് വേണ്ടി.
100-150 പേര് അപേക്ഷിക്കുന്ന എക്സ്ചേഞ്ചുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് STD ബൂത്തുകൾ വന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ മൊബൈലുണ്ട്. ഒന്നല്ല 2-3 മൊബൈലുള്ളവരുണ്ട്. ഒരു മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മൊബൈലിന് എന്നെ അറിയാം. മൊബൈൽ അപകടകാരിയാണ്. ഇപ്പം ഞാൻ എവിടെയാണെന്നുള്ളത് മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എൻ്റെ മൊബൈൽ ട്രാക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ കതിരൂരിലാണ്. ഞാൻ എത്ര രൂപ ഇന്നലെ വിഡ്രോ ചെയ്തു എന്നറിയണമെങ്കിൽ എൻ്റെ ഫോൺ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ആരോടൊക്കെയാണ് ദീർഘമായി സംസാരിക്കുന്നത് എന്നറിയണമെങ്കിൽ എൻ്റെ ഫോൺ ട്രേസ് ചെയ്താൽ മതി. ഇപ്പോൾ കള്ളന്മാരെ പിടിക്കുന്നത് എങ്ങനെയാണ് പോലീസ്? അവരുടെ ഫോൺ ട്രേസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. കാരണം അതിനകത്തുള്ള സിം വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും എവിടെയാണ് എന്താണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെപ്പറ്റി ഫോണിനറിയാം. ആ ലോകത്താണ് ഈ ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായൊരു കാര്യമാണ്. നമുക്ക് എളുപ്പമാണ്, ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. അത് ഞാൻ പറഞ്ഞു വന്നത്, നത്തിങ് ഈസ് സീക്രട്ട് ഇൻ അവർ ന്യൂ വേൾഡ്. പുതിയ ലോകത്ത് ഒന്നും രഹസ്യമില്ല. അടുത്ത അമേരിക്കയിൽ നടക്കുന്ന മറ്റൊരു പരീക്ഷണം, ഇപ്പം ഞാൻ ഈ സംസാരിക്കുകയാണല്ലോ, ഞാൻ സംസാരിക്കുന്ന എൻ്റെ പ്രസംഗം ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് വേവ്സായിട്ട്. അവർ നടത്തുന്ന പരീക്ഷണം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിടിച്ചെടുത്ത് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഞാനും പ്രതാപൻ തായിട്ടുമായിട്ട് ചെവിയിലൊരു കാര്യം പറഞ്ഞാൽ അതും അന്തരീക്ഷത്തിൽ നിൽക്കും. അത് പിടിച്ചെടുക്കാൻ, അത് പിന്നീട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകും. ചെറിയ കാര്യമാണോ? അപ്പോൾ എന്ത് രഹസ്യമാണുള്ളത്? അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നൊരു സത്യമാണ്. ഇപ്പം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണ്? നമ്മൾ ചന്ദ്രനിൽ ആളുകളെ വിട്ടു. ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളുകളെ വിടുന്നു. ചന്ദ്രനിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കാരണം ചന്ദ്രനിൽ 15 ദിവസം ഇരുട്ടാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് ദിനങ്ങളുണ്ടാവും, പ്രകാശമുണ്ടാകും. ഭൂമിയിൽ 24 മണിക്കൂറിനകം എന്താണ് പ്രഭാതവും ഇരുട്ടും അല്ലേ, വെളിച്ചവും മാറി മാറി വരും. ചന്ദ്രനിൽ 15 ദിവസം വേണം. തന്നെയുമല്ല, അവിടെ അന്തരീക്ഷമില്ല. അതുകൊണ്ട് മനുഷ്യവാസം പ്രയാസമാണ്. അതുകൊണ്ട് ലോകം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വയിൽ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റും. അന്തരീക്ഷമുണ്ട്, ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്, വെള്ളമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരീക്ഷണം ഒരു വലിയ പേടകമുണ്ടാക്കി നാസയുടെ സഹായത്തോടെ ഒരു 150 ആളുകളെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാനുള്ള പരീക്ഷണമാണ്. എൻ്റെ യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാനും ISRO ചെയർമാനുമായിട്ടുള്ള ഇൻ്റർവ്യൂ. നിങ്ങൾ വായിക്കണം, അത് മുഴുവൻ കേൾക്കണം. അതിൽ വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മളിനിയും ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ താമസിക്കാൻ പോകുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇനി ചൊവ്വയിലായിരിക്കും. ചൊവ്വയിൽ പോയി താമസിക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് കുടിയേറി പാർത്തി തങ്കച്ചനെ പോലുള്ളവർ ഈ നാട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളൊക്കെ ഇനിയും പോയി താമസിക്കാൻ പോകുന്നത് എവിടെയാണ്? ചൊവ്വയിലായിരിക്കും പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ. അവർ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മറ്റ് ഗ്രഹങ്ങളിൽ ഭൂമിയിൽ താമസിക്കുന്നവരെ പോലെ തന്നെ പരിഷ്കാരികളായ ആളുകൾ അന്യഗ്രഹങ്ങളിൽ ഉണ്ട് എന്നാണ്. ഒന്നുകൂടി പറയുന്നു, അവരിൽ പലരും നമ്മളുടെ ഇടയിലും ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ എത്രയോ ഗ്രഹങ്ങളുണ്ട്. ഇപ്പം ഞാൻ കണ്ടുപിടിക്കാത്ത എത്രയോ ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളിൽ മനുഷ്യവാസമുണ്ട് എന്നാണ് ISROയുടെ ചെയർമാൻ തന്നെ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും.
അവൻ ലോകത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റം, ലോകത്തുണ്ടാകുന്ന ഇത്തരം പുരോഗതി നമുക്കൊന്നും മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു വ്യക്തി, ഇതെല്ലാം വ്യക്തികൾ കണ്ടെത്തുകയല്ലേ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഇന്ന് എന്താണ്? പണ്ട് സ്വർണ്ണമായിരുന്നു, പെട്രോളായിരുന്നു, പെട്രോളിൻ്റെ കണ്ടുപിടുത്തത്തോടെ പെട്രോളായിരുന്നു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സമ്പത്തുള്ള, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പദാർത്ഥങ്ങൾ. ഇന്ന് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഉണ്ടാക്കുന്നത് ഡേറ്റയാണ്. ഡേറ്റയാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. ഏറ്റവും കൂടുതൽ ഡേറ്റ കയ്യിലുള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ഇലോൺ മസ്കിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ട്രംപിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ എക്സ് എന്ന് പറയുന്ന, എക്സിലൂടെ സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലേ? എക്സിലൂടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ പറ്റുന്നത് എക്സിലൂടെയാണ്. ആ എക്സിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിന് കാർ ഫാക്ടറികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെപ്പോലുള്ള ആളുകളാണ് ഏറ്റവും വലിയ സമ്പന്നൻ. കാരണം അവരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാനൊരു ഇഷ്യൂ കൊണ്ടുവന്നു. ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഡേറ്റയുമായി ബന്ധപ്പെട്ടതായിരുന്നു. എൻ്റെ നിഗമനം സ്പ്ലിങ്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ കോവിഡ് വന്ന ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഈ അമേരിക്കൻ കമ്പനിക്ക് കൈമാറുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഡേറ്റ എന്ന് പറയുന്നത് ആരോഗ്യ ഡേറ്റയാണ്. എന്തിനാണ് ഈ ഡേറ്റ? ഇപ്പോൾ അന്നിവിടെ സർവേ നടത്തി, നമ്മുടെയൊക്കെ കോവിഡുമായി ബന്ധപ്പെട്ട നമ്മളെ സർവേ നടത്തി ഈ വിവരങ്ങൾ മുഴുവൻ, നമ്മുടെ ഏജ്, നമ്മളുടെ ഡിസീസസ്, മറ്റേത് മറിച്ചത്, നമുക്ക് എത്ര വയസ്സായി, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഡേറ്റ. ഇത് അമേരിക്കൻ കമ്പനിയായ സ്പ്ലിങ്കറിന് കൊടുത്താൽ അവരെന്ത് ചെയ്യും? അവർ ഈ വിലപിടിപ്പുള്ള ഡേറ്റ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാണ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് നൽകി അവർ പരീക്ഷണങ്ങൾ നടത്തി ചില കാര്യങ്ങൾ കണ്ടെത്തും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഡേറ്റ അവരുടെ കയ്യിലുണ്ടെങ്കിൽ, കേരളത്തിലെ കോവിഡ് രോഗികളുടെ മുഴുവൻ ഡേറ്റ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവരത് ഡേറ്റ മനസ്സിലാക്കി കേരളത്തിൽ ഡയബറ്റിക് പേഷ്യൻസ് ഇത്ര ശതമാനം, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ ഇത്ര ശതമാനം, മറ്റ് ജീവിതശൈലി രോഗം, അങ്ങനെ ഓരോ തരത്തിൽ വേർതിരിക്കും. അപ്പോൾ അവരുടെ നിർമ്മാണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികളുണ്ടെങ്കിൽ ഡയബറ്റിക്കിൻ്റെ മരുന്നായിരിക്കും അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ ഹാർട്ടിന് അസുഖമുള്ളവർ കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള മരുന്നാണ് അവർ നിർമ്മിക്കുന്നത്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ 150% വളർച്ച നേടിയ ഒരു കമ്പനിയുണ്ട്, പൂനെയിലാണ്. പൂനാവാല എന്നാണ് ആ കമ്പനിയുടെ ഉടമസ്ഥൻ്റെ പേര്. ഇന്ന് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് മരുന്നിനാണ്. ഒരു മര്യാദയില്ലാതെ ആളുകൾ മരുന്നിൻ്റെ വില കൂട്ടുകയാണ്. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുക, ഡോക്ടറുടെ കുറിപ്പ് കൊടുക്കുക, അവർ മരുന്ന് തരിക, നമ്മൾ പൈസ കൊടുക്കുക. 10 രൂപയുടെ മരുന്നിന് 50 രൂപ 100 രൂപ വരെ വാങ്ങിക്കുകയാണ്, കൊള്ളയടിക്കുകയാണ്. അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡേറ്റ കയ്യിലുണ്ടെങ്കിൽ ആ ഡേറ്റ അനലൈസ് ചെയ്ത് ഒരു സമൂഹത്തിന് ആവശ്യമാണ് എന്താണെന്ന് കണ്ടെത്തി അത് നിർമ്മിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ സ്പ്ലിങ്കറിൻ്റെ അഴിമതിയെ ഞാൻ എതിർത്തത്. പക്ഷെ ഡേറ്റയാണ് ഇന്ന് ഏറ്റവും വലിയ ശക്തി. ലോകത്തിലൊരു യന്ത്ര മനുഷ്യനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേര് ആർക്കെങ്കിലും പറയാമോ? ലോകത്തിലെ ആദ്യത്തെ യന്ത്ര മനുഷ്യൻ്റെ പേര് പറയാമോ? ഇല്ല, സോഫിയ എന്നാണ് ലോകത്തിലെ ആദ്യത്തെ യന്ത്ര മനുഷ്യൻ്റെ പേര്. ആ യന്ത്ര മനുഷ്യന് പൗരത്വം കൊടുത്ത രാജ്യം, ആദ്യത്തെ കൊടുത്ത രാജ്യം സൗദി അറേബ്യയാണ്. ഈ സോഫിയ ഇപ്പോൾ ലോകം മുഴുവൻ കറങ്ങുകയാണ്. അപ്പോൾ ഡേറ്റ കൊടുത്താൽ മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെ ഈ യന്ത്ര മനുഷ്യൻ പ്രവർത്തിക്കും. കഴിഞ്ഞാണ് ഞാൻ അമേരിക്കയിൽ പോയപ്പം എന്നെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സുണ്ട്, എന്നാൽ 3 ദിവസത്തെ ഒരു കോഴ്സാണ്, AI ബന്ധപ്പെട്ട്. ഞാൻ പോയി അവിടെ ഒരു സുഹൃത്തിനോടൊപ്പം. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയതൊരു കാറിൽ ഡ്രൈവറൊന്നുമില്ല, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ഭുതം, എവിടെയും പോയി ഇടിക്കുമോ?
അപ്പോൾ ഡ്രൈവറില്ലാത്ത കാറ്, പൈലറ്റ് ഇല്ലാത്ത വിമാനം, ഡോക്ടറില്ലാത്ത ഓപ്പറേഷൻ, ഇതെല്ലാം റോബോട്ട് വഴി. ഇതെല്ലാമാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. AI. ഇപ്പോൾ AI നിങ്ങൾ കാണുന്നുണ്ട്, മൊബൈലിലൊക്കെ നോക്കിയാൽ പഴയ ആളുകൾ പ്രസംഗിക്കുന്നതൊക്കെ ഇപ്പോൾ നമുക്ക് കേൾക്കാം. അവരിപ്പോൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതുണ്ട്. ലീഡറുടെയൊക്കെ പ്രസംഗം ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുകയാണ്. അപ്പം നമ്മൾ പുള്ളി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ആ മട്ടിലാണ്. AI ഒരു പ്രശ്നമാണ്. കാരണം AI പലരുടെയും ജോലി നഷ്ടപ്പെടുമെന്നാണ് പ്രശ്നം. പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടിരുന്നത് മാത്രമല്ല, കൂടുതൽ ആൾക്ക് ജോലി കിട്ടി. AI ഫലപ്രദമായി വിനിയോഗിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യത അതിലൂടെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുമ്പോൾ മനുഷ്യനും ചെയ്യാൻ കഴിയുന്ന അവർക്ക് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ കഴിയില്ല. ഈ യന്ത്രമനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഡേറ്റ കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ ഇതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അത്ഭുതകരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുന്നില്ല. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. അവർ AI ആണെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി, മലയാളത്തിൽ പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി. ബുദ്ധിയില്ല, പക്ഷെ നിർമ്മിച്ചു കൊടുക്കുന്നൊരു ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള ലോകത്ത് നടക്കുന്ന ഇത്തരം സംഭവവികാസങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ലോകം അതിവേഗം മാറ്റത്തിന് വിധേയമാവുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ലോകം സഞ്ചരിക്കുകയാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെച്ച് വന്നത് ഇന്ത്യയിൽ അറിഞ്ഞത് 2 മാസം കഴിഞ്ഞാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിലെ പല പ്രദേശത്തും ആളുകൾ അറിഞ്ഞത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു യോഗം ചേരുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റും, നമ്മുടെ മൊബൈലിലൂടെ കാണാൻ പറ്റും. ഏത് കാര്യത്തെപ്പറ്റിയും പണ്ട് നമുക്ക് ഡിക്ഷണറി മറിച്ച് നോക്കണമായിരുന്നു, അല്ലേ, അറിയണമെങ്കിൽ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗൂഗിളിൽ നോക്കി ആരുടെ വേണമെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും ഗൂഗിളിലൂടെ. പ്രതാപൻ തായാട്ടിന് എത്ര വയസ്സാണെന്ന് അദ്ദേഹം മറച്ചു വെച്ചാലും എനിക്ക് ഗൂഗിളിലൂടെ കണ്ടെത്താൻ കഴിയും. ഞാനതൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഏത് കാര്യത്തെ സംബന്ധിച്ചും നമുക്ക് കിട്ടണമെങ്കിൽ പണ്ട് ഡിക്ഷണറി നോക്കണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഗൂഗിളിൽ നോക്കിയാൽ മതി. പക്ഷേ ഗൂഗിളിനൊരു പ്രശ്നമുണ്ട്, ഉപരിതലത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ആഴത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ വായന ആവശ്യമാണ്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി. വായിക്കും തോറുമാണ് നമുക്ക് അറിവുകൾ വർദ്ധിക്കുന്നത്. ആ അറിവുകൾ സിദ്ധിക്കണമെങ്കിൽ നമുക്ക് വായന ആവശ്യമാണ്. അപ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ സംസ്കാരവും രൂപപ്പെടുന്നത് വായനയുടെയും എഴുത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ചരിത്രം രചിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്തുകൊണ്ട് പുതിയ ചരിത്രം രചിച്ചുകൂടാ? കരൂർ ഗുരുക്കളെ പറ്റി നമ്മളിവിടെ പറയുന്നുണ്ട്. അത് കതിരൂരിൻ്റെ ചരിത്രമാണ്. നാളെ എന്തുകൊണ്ട് പുതിയ ചരിത്രം നമുക്കിവിടെ നിർമ്മിച്ചുകൂടാ? നമുക്ക് അങ്ങനെ ചെയ്യണം. പ്രഗത്ഭരായ ആളുകൾ വളർന്നു വരണം. അവർ ചരിത്രത്തിൻ്റെ നിർമ്മിതിയിലേക്ക് വരണം. നല്ല ഭരണാധികാരികളെ വേണമെങ്കിൽ അവർ അറിവുള്ളവരാകണം. അവർ വായിക്കുന്നവരാകണം, അവരെഴുതുന്നവരാകണം, അവർക്ക് ചിന്താശക്തി ഉള്ളവരാകണം. എന്നാലേ സമൂഹത്തിനും രാഷ്ട്രത്തിനും അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. സർഗാത്മകത എന്ന് പറയുന്നത് സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ പുസ്തകങ്ങൾ എഴുതുന്ന ആളുകൾ അവർക്ക് സർഗാത്മകതയുള്ളത് കൊണ്ടും അവരുടെ മനസ്സിലെ വ്യാപാരങ്ങൾക്ക് അനുസരിച്ച് അവർ എഴുതുകയും ചെയ്യുമ്പോഴാണ് ആ കൃതിക്കൊരു പ്രാധാന്യമുണ്ടാകുന്നത്, ആ കൃതിക്കൊരു സൗന്ദര്യമുണ്ടാകുന്നത്. അത് വായനക്കാർ കൂടുതൽ വായിക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചരിത്രമാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും വായിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുന്നത്.
അപ്പം സംസ്കാരം, വ്യക്തി, സാഹിത്യം, രാഷ്ട്രീയം, ഇതെല്ലാം പരസ്പര പൂരകം. വ്യക്തിയില്ലാതെ സമൂഹമുണ്ടോ? വ്യക്തിയില്ലാതെ രാഷ്ട്രീയമുണ്ടോ? വ്യക്തിയില്ലാതെ സാഹിത്യമുണ്ടോ? ഇല്ല. എല്ലാം വ്യക്തിയിൽ അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിലെ രാഷ്ട്രീയം വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ആ വ്യക്തി സർഗാത്മകതയുള്ളവരും വികാര വിചാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരു മനസ്സും ഹൃദയമുണ്ടാണെങ്കിൽ അതിന് ആ സാഹിത്യത്തിന് വലിയ പ്രത്യേകതയുണ്ടാകും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ആളുകൾ വായിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ വായിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ മെരിറ്റ് ഉള്ളതുകൊണ്ടാണ്. അത് മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ് ആയുസിൻ്റെ നമ്മുടെ CV ബാലന് ആയുസിൻ്റെ പുസ്തകം. അത് എത്ര വായിച്ചാലും നമുക്ക് മതിയാവത്തില്ല. ഞാൻ 2-3 തവണ വായിച്ചിട്ടുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം 2-3 തവണ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം സർഗാത്മകതയും മനുഷ്യജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും ഭംഗിയായി അവതരിപ്പിക്കുമ്പോഴാണ് കൃതികളെ നമ്മൾ കൂടുതൽ വായിക്കുന്നത്. ഇവിടെ അംബികാസുധൻ മങ്ങാടിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചു. അതിനെപ്പറ്റി ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. ജന്മഗതിയാണ് ആദ്യത്തെ പുസ്തകം. ഇപ്പോഴത്തെ അദ്ദേഹത്തിന് അല്ലോഹലൻ എന്ന് പറയുന്നൊരു പുസ്തകം 14-ാം നൂറ്റാണ്ടിൽ ഈ കണ്ണൂർ ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു പടയാളി, ഒരു ധീരനായ പോരാളിയുടെ ചരിത്രമാണ്. കോലത്തിരി രാജാവിൻ്റെ താഴെ ഇരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു ശക്തനായ ആ പോരാളിയുടെ കഥയാണ്. അത് വായിക്കുമ്പോഴാണ് നമ്മൾ കണ്ണൂരിൻ്റെ പഴയകാല ചരിത്രത്തിലേക്കും കോലത്തിരി രാജാവിൻ്റെ ഭരണകാലത്തെപ്പറ്റിയും അല്ലോഹലൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അംശമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അപ്പം സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ചരിത്രകാരന്മാർ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സാഹിത്യകാരന്മാർക്കും വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് സാഹിത്യകാരന്മാർക്ക് വലിയ പ്രാധാന്യം സമൂഹം കൽപ്പിക്കുന്നത്. ഇന്ന് പ്രതിഷേധങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. ന്യൂസിലൻഡിൽ അടുത്ത കാലത്ത് പാർലമെൻറ്റിൽ ഏറ്റവും ചെറുപ്പക്കാരിയായ ഒരു പാർലമെൻറ്റ് മെമ്പർ ട്രൈബൽസിനെതിരായിട്ടൊരു നിയമം ബില്ല് കൊണ്ടുവന്ന് അറിഞ്ഞ് ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിമനോഹരമായൊരു പാട്ടുപാടി നൃത്തം ചെയ്താണ് പാർലമെൻറ്റിനകത്ത് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അപ്പോൾ പ്രതിഷേധങ്ങൾക്ക് പോലും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ നോവലുകൾ, ഈ പ്രതാപൻ തായിട്ട് ധാരാളം നോവലുകൾ ഇറക്കിയിട്ടുള്ള ആളാണ്. പല നോവലുകളും നമുക്ക് സാമൂഹ്യമായ മാറ്റത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ധാരാളം നോവലുകൾ, ധാരാളം എഴുത്തുകാരും നമുക്കുണ്ട്. ഞാൻ ഈ അല്ലോഹലൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ധാരാളം ഇതുപോലുള്ള വിനോയ് തോമസിൻ്റെ എഴുത്തുകൾ, അതുപോലെ ധാരാളം ആധുനിക കാലഘട്ടത്തിലെ എഴുത്തുകാർ, അവരുടെ സംഭാവനകൾ ചെറുതല്ല എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് കലയ്ക്കും സാഹിത്യത്തിനും വളരാൻ അവസരം ലഭിക്കുമ്പോഴാണ് ജനാധിപത്യവും സംസ്കാരവും വളരുന്നത്. ഇവയെല്ലാം പരസ്പര പൂരകങ്ങളാണ്. പരസ്പര സഹായത്തോടു കൂടി മാത്രമേ ഇതിനെ നിലനിൽക്കാൻ കഴിയൂ. ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ സമൂഹം, ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭരണാധികാരികൾക്ക് സഹിഷ്ണുതയില്ല. ഏറ്റവും എഴുതുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാനോ അവരെ തല്ലാനോ പോവുകയല്ലോ, എനിക്കൊരു സഹിഷ്ണുത ഉണ്ടാകും. ഇന്ന് നമ്മളൊക്കെ എഴുത്തുകാരാണ്. എങ്ങനെ എഴുതുന്നത്? വാട്സാപ്പിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യം എല്ലാവരും എഴുതുക. എല്ലാവരും പത്രക്കാരെ. ഇപ്പം വാർത്തകൾ എല്ലാവരും അവരവരുടേതായ നിലയിൽ അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ എഴുതുന്നു. പണ്ടൊക്കെ പത്രക്കാർ മാത്രമേ എഴുതാം. ഇപ്പം നമ്മളൊക്കെ എഴുതുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന്. അപ്പോൾ ഭരണാധികാരികളെ വിമർശിക്കുമ്പോൾ ഭരണാധികാരികൾ എന്ത് ചെയ്യണം? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണ്.
അവരെന്ത് ചെയ്യണം? സഹിഷ്ണുത പാലിക്കണം. സഹിഷ്ണുത എന്നുള്ളതാണ് ഇന്ന് കൈമോശം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പുതിയ സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിലാണ് പുതിയ ആശയങ്ങളും, ഇപ്പം നമ്മളെ എതിർക്കുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ടെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിൽ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളണം. അവിടെയാണ് സഹിഷ്ണുത ഏറ്റവും കൂടുതൽ സഹിഷ്ണുത നിലനിൽക്കുന്നത്. അപ്പം അതായത് ജനത എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടമാകരുത്. ആൾക്കൂട്ടമെന്നും വൈകാരികമാണ്. അവർക്ക് സാംസ്കാരികമായ അടിത്തറ, ഒരു മോബോക്രസി എന്ന് പറയും. മോബോക്രസിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു സമൂഹത്തിന്. ഇപ്പം നേപ്പാളിൽ സംഭവിച്ചത് എന്താണ്? കുറേ ആളുകൾ ഇറങ്ങിയിട്ട് പ്രധാനമന്ത്രിയുടെ വീട് തീ വെക്കുക, രാഷ്ട്രപതിയുടെ വീട് തീ വെക്കുക. അത് ഇൻ്റർനെറ്റിലൂടെ നടന്ന ഒരു സമരമാണ്. എന്നിട്ട് ഭരണത്തെ അട്ടിമറിക്കുക, എന്നിട്ട് അത് മിലിറ്ററി ഇടപെടുക, അങ്ങനെ പുതിയ ഗവൺമെൻറ് വരിക. ജാസ്മിൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു റെവല്യൂഷൻ ഉണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന ഒരു സമരമാണ്. അത് ഈ ഓൺലൈനിലൂടെ മെസ്സേജസ് കൈമാറിക്കൊണ്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു സമരമാണ്. സമരത്തിന് അധികം ആയുസ്സുണ്ടായില്ല. പക്ഷേ അത്തരം സമരങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കൂട്ടമല്ല നമ്മളെ നയിക്കേണ്ടത്. ആൾക്കൂട്ടത്തിന് സാംസ്കാരിക പശ്ചാത്തലമില്ല, അടിത്തറയില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുവദിക്കുന്ന സമൂഹവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംവാദങ്ങളും അതാണ് സാംസ്കാരിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് നമുക്ക് ആവശ്യം. നമ്മളെ നയിക്കേണ്ടത് ഇത്തരം ചിന്തകളാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹിത്യകാരന്മാരും എഴുത്തുകാരുമാണെന്ന് സമൂഹത്തിന് ആവശ്യം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള രചനാ വൈഭവമുള്ള എഴുത്തുകാരും നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. അത്തരം സൃഷ്ടികൾ നൽകാൻ നമുക്ക് സമൂഹത്തിന് കഴിയണം. അതിന് GV ബുക്സും അതോടൊപ്പം തന്നെ പ്രതാപൻ തായാട്ടും ഉൾപ്പെടെയുള്ള ആളുകൾ പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.